ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ എന്ത് തുറന്നാലും എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് മസ്കാബൺ മസ്കാബൺ മസ്കാബൺ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പറയുന്നതുകൊണ്ട് എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം തോന്നി. അപ്പം നമുക്ക് കുറച്ച് ബണ്ണ് വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഭയങ്കര വൈറലായിട്ടുള്ള മസ്കാ ബണ്ണാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബ്രയോഷ് ബണ്ണാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്കതിനുള്ള ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിലാണ്, ഒത്തിരി ഉണ്ടാക്കിയ വീഡിയോകളുണ്ട്. ഞാനിത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ നമ്മളിന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ എന്ന് ഓർത്ത് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു 325 ml കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടും കൂടെയാണ്, ഇതിൻ്റെ പകുതിയും കൂടെയാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ബട്ടർ നമ്മൾ ഇതുപോലെ ബട്ടർ ഡിഷിൻ്റെ അകത്ത് പുറത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നല്ല സോഫ്റ്റിനായിട്ട് ആയിരിക്കുമല്ലോ. ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ബട്ടറാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം എടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുത്തെ ബട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്. ഞാൻ ബട്ടർ ഡിഷിൻ്റെ അകത്തിട്ട് പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരിക്കലും കേടാകാറില്ല കേട്ടോ. കുറേശ്ശെ ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കും. നമുക്ക് ഓരോ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. ബട്ടർ ഡിഷിൻ്റെ അകത്ത് വെച്ച് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കണം കേട്ടോ. നന്നായിട്ട് നല്ല സീലായിട്ടിരുന്നോളൂ ഡിഷിൻ്റെ അകത്താണെങ്കിൽ. നമുക്ക് ഉണ്ടാക്കാം. ഞാനിതിൻ്റെ പകുതി ബട്ടർ എടുക്കുന്നുള്ളെന്ന് പറഞ്ഞല്ലോ. നമുക്ക് പകുതി ബട്ടർ എടുക്കാം. പകുതി പോലും വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു 4-1 ബട്ടർ കൊണ്ട് ഉണ്ടാക്കി നോക്കാം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി വേണ്ടത് ഒരു നുള്ള് ഉപ്പാണ് വേണ്ടത്. സ്വല്പം അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു സ്വല്പം ഉപ്പ് കേട്ടോ, ഒരുപാട് ഉപ്പിടരുത്. ഇനി വേണ്ടത് വാനില എസെൻസ് ആണ്. വാനില എസെൻസ് ഒരു ടീസ്പൂൺ വാനില എസെൻസ്. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഓപ്ഷണല്ല. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ബണ്ണിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ബ്രയോഷ് ബണ്ണാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബണ്ണാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല സോഫ്റ്റ് ബണ്ണാണ്. ബണ്ണിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പിൽ ഒരു കാര്യമുണ്ട്. ബണ്ണ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ ബ്രയോഷ് ബണ്ണ്. അപ്പോൾ ഇതൊരു 325 ml കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടും കൂടെയാണ്, ഇതിൻ്റെ പകുതിയും കൂടെയാണ് ഞാനത് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ബട്ടർ നമ്മൾ ഇതുപോലെ ബട്ടർ ഡിഷിൻ്റെ അകത്ത് പുറത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നല്ല സോഫ്റ്റിനായിട്ട് ആയിരിക്കുമല്ലോ. ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ബട്ടറാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം എടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ സമ്മറായി ഇപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ബട്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്. ഞാൻ ബട്ടർ ഡിഷിൻ്റെ അകത്ത്. ബണ്ണ് ചമ്മന്തി ആയിപ്പോയെന്ന് തോന്നുന്നു. ഈ ബണ്ണ് ചമ്മന്തി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇത് മൂടുന്നില്ല, വെറുതെ വയ്ക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഇരുന്ന് ടോസ്റ്റ് ആവട്ടെ. ഇതിവിടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതെടുക്കാം. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്രീം തേച്ച് പിടിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി കിട്ടിയാൽ മതി. നമുക്ക് ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് തണുത്തിട്ട് നമുക്ക് നമ്മുടെ ക്രീം തേക്കാം. നോട്ട് ടു ബാഡ് എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അവരോട് വന്ന് വേണമെന്ന് ചോദിച്ചേ. നമ്മുടെ മസ്കാ ബണ്ണിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ചായ ആണല്ലോ, നല്ല ഇറാനി ചായ ആണേ. അപ്പം ഞാൻ ഇറാനി ചായ ഇല്ലെങ്കിലും നമ്മൾ സാധാരണ ചായ ഇട്ട് ഉണ്ടാക്കുന്നു കേട്ടോ. ഞാനിവിടെ ടീ ലീഫ് ഇതുപോലത്തെ ലീഫ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ വാങ്ങിക്കുന്നത് വാതുബക്കരി എന്ന് പറയുന്ന കമ്പനിയുടെ ചായയാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതെല്ലാം ഞാൻ എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ കണക്കറിയാം കേട്ടോ. ഞാൻ ചായപ്പൊടി നിങ്ങൾക്ക് കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കടുപ്പത്തിലുള്ള ചായയാണ് നമ്മളിവിടെ കുടിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചായ തിളച്ച് അതിൻ്റെ കറി ഇളകി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലിട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കായും കൂടെ ഇടാം. എൻ്റെ 3 ഏലക്ക പൊടിച്ചിടുന്നുണ്ട്. എല്ലാ ദിവസവും ഏലക്ക ഇടാറില്ല കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഏലക്ക ഇട്ട് പൊടിച്ച് ചായ ഉണ്ടാക്കണം. നമ്മൾ മസ്കാ ബണ്ണിൻ്റെ കൂടെ കഴിക്കുമ്പം ഏലക്കാക്കിയിട്ട് നല്ല ചായ കുടിക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല എന്നും രാവിലെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ എനിക്കതിൻ്റെ കണക്കറിയാം. ഞാൻ പകുതി ആണ് ഒഴിക്കുന്നത്. വെള്ളം പകുതി, പാലും. ഇനി കുറച്ചും കൂടെ പാല് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പാല് കൂടുതൽ ഒഴിക്കാം.
പാല് കുറവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പകുതി പകുതി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചായ തിളച്ച് കഴിയുമ്പോഴേ ഞാൻ പാലൊഴിക്കത്തുള്ളൂ. മനീഷാണെങ്കിൽ കുറേ നേരം ചായ ഇട്ട് തിളപ്പിക്കും കേട്ടോ. നന്നായിട്ട് ചായക്കറി ഇളങ്ങിയാലേ മനീഷിന് ഇഷ്ടമുള്ളൂ. പക്ഷേ പഞ്ചസാര ചില ആളുകൾ പഞ്ചസാര ഇടും. പക്ഷേ പഞ്ചസാര ഒത്തിരി മധുരത്തുണ്ട്, അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല നമുക്ക്. നല്ല കടുപ്പത്തിലുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ നല്ല കടുപ്പം വന്നു ചായക്ക്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കി കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, എന്നാലും മുക്കാതെ കഴിച്ചാലും കുഴപ്പമില്ല. മുക്കുമ്പോൾ ആ ചായയുടെ കറങ്ങൾ വരുമല്ലോ. അല്ല സൂപ്പറാണ് കേട്ടോ. വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല. നല്ല ശരിക്കും അല്ലേ? ആണ് ഓർത്തു എണ്ണാന്ന് എല്ലാവരും ഒത്തിരി നല്ലതെന്ന് പറഞ്ഞേ. അപ്പോൾ I was thinking why. That's why I made. But chai doesn't have any sugar because this one has lots of sugar. അപ്പോൾ ഞാൻ ആദ്യം നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് മുഴുവൻ തീർക്കാൻ പറ്റത്തില്ല നമുക്ക്. ആദ്യം കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര മധുരമാണ്, ഭയങ്കര ബട്ടറിയാണ്. അതുകൊണ്ട് ഇത് രണ്ടുപേരും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ കഴിച്ചു, ഉണ്ടാക്കിയതാണല്ലോ എന്നോർത്ത്. പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും തേച്ചില്ല, എല്ലാവരും തേച്ചെടുത്തോളും. അതിനകത്ത് നമുക്ക് വീഡിയോക്കകത്ത് കാണുമ്പോൾ ഒരുപാട് തേക്കുന്നുണ്ടല്ലോ, അത്രയൊന്നും തേച്ചില്ല കേട്ടോ. എനിക്ക് ഇത്രയും ബട്ടർ മിച്ചവും കൂടെ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുവാണെങ്കിൽ ഞാനിതുപോലത്തെ ചെറിയ ബണ്ണുണ്ടല്ലോ, ചെറിയ ബണ്ണിൽ സ്വല്പം തേച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. അത്രേ പറ്റും. ഇങ്ങനെ കണ്ടതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കി നോക്കണം എന്ന് ഓർത്ത് ഉണ്ടാക്കി നോക്കിയതാണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ. ഇനി ഉണ്ടാക്കുന്നവരാണെങ്കിലും ഒരുപാട് ബണ്ണ് ഇത് തേക്കരുത് കേട്ടോ. ഞാൻ എല്ലാവരും തേക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനും തേച്ചത്. അപ്പോൾ അത്രയൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്ര തേച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അല്ല, ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്ക് ചിലപ്പം കഴിക്കാൻ പറ്റുമായിരിക്കും, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ബൈ.